മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനത്തിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ 7000 പേർ ചേർന്ന് ബൈബിൾ പകർത്തിയെഴുതി. ഭദ്രാസനത്തിലെ 80 ദേവാലയങ്ങളിലായി വൈദികർ, സൺഡേ സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, ഭരണസമിതി അംഗങ്ങൾ, ആത്മീയ സംഘടനാ പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് പകർത്തെഴുത്ത് പൂർത്തിയാക്കിയത്. 40 ദിവസത്തെ ആത്മീയൊരുക്കത്തിന് ശേഷവും ബൈബിൾ വായിച്ചതിനും ശേഷമാണ് ആയിരങ്ങൾ പവിത്രമായ ഈ പ്രോഗ്രാമിൽ പങ്കാളികളായത്. എഴുതി പൂർത്തീകരിച്ച ബൈബിൾ വിവിധ വാല്യങ്ങളായി കോട്ടയം മെത്രാസന ആസ്ഥാനവും പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെയും പാറാട്ട് മാർ ഇവാനിയോസ് തിരുമേനിയുടെയും കബറിടവുമായ മാർ കുര്യാക്കോസ് ദയറായിൽ സൂക്ഷിക്കും. ബൈബിൾ പകർത്തെഴുത്തിന്റെ ഉദ്ഘാടനം പാമ്പാടി മേഖലയിലെ പങ്ങട സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ യൂഹനോൻ മാർ ദിയസ്കോറസ് ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം എഴുതി നിർവഹിച്ചു. ഭദ്രാസന സൺഡേ സ്കൂൾ ഡയറക്ടർ വിനോദ് എം സഖറിയ, ഇടവക വികാരി ഫാദർ വർഗീസ് ജേക്കബ്, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ ഡോക്ടർ രാജേഷ് കുര്യൻ, സെക്രട്ടറി വി വർഗീസ്, കൺവീനർമാരായ അജിത് മാത്യു, എബ്രഹാം ജോൺ, ദേവാലയ ഭാരവാഹികളടക്കം 110 പേർ മെത്രാപ്പോലിത്തയ്ക്കൊപ്പം തിരുവചന പകർത്തൽ പദ്ധതിയിൽ പങ്കാളികളായി. ബൈബിൾ വായനയിലൂടെ നല്ല മനുഷ്യനായി രൂപാന്തരപ്പെടാൻ സാധിക്കണമെന്നും മനുഷ്യത്വവും മാനുഷിക മൂല്യങ്ങളും ഉൾക്കൊണ്ട് സാമൂഹ്യ നന്മയ്ക്കായി ജീവിക്കണമെന്നും മെത്രാപ്പോലിത്ത ഉദ്ബോധിപ്പിച്ചു. 2026 മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ വിവിധ മെത്രാസനങ്ങൾ ആദ്യമായി ഉണ്ടായ മെത്രാസനങ്ങളിലൊന്നാണ് കോട്ടയം മെത്രാസനം. 2026 കോട്ടയം മെത്രാസനം രൂപീകൃതമായിട്ട് 150 വർഷം പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വിവിധ പദ്ധതികൾ മെത്രാസനത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വിശ്വാസികൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, യുവാക്കൾ, യുവതികൾ വിശുദ്ധ വേദവചനത്തോടും വേദപുസ്തകത്തോടും സ്ഥിരമായി ബന്ധപ്പെടുക എന്നത്. അതിനുവേണ്ടി വിശുദ്ധ വേദപുസ്തക പാരായണ പദ്ധതിയിൽ വേദപുസ്തകം മുഴുവൻ എല്ലാ ദേവാലയങ്ങളിലെയും മക്കൾ ഒരുമിച്ചിരുന്ന് പകർത്തി എഴുതുന്ന ഒരു പദ്ധതിയും രൂപീകരിച്ചു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.